ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ മൊബൈൽ ഫോണിലെ സ്റ്റോറേജ് എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ള പല സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ വാട്സപ്പിൽ ഉള്ള ഫോട്ടോകളൊക്കെ ഡിലീറ്റ് ചെയ്തു, വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു, എന്നിട്ടും നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ടെന്നൊക്കെ പല സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചധികം ടിപ്സുകളാണ്. നമുക്ക് എന്താണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റ് നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടിപ്സ് നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഗാലറിയിൽ ഒരുപാട് ഫോട്ടോസുകൾ, വീഡിയോസുകളൊക്കെ വാട്സപ്പിലൂടെയും മറ്റുമായിട്ട് വന്ന് നിറഞ്ഞെടുക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മളത് ഡിലീറ്റ് ചെയ്യും. നമ്മൾ അത്തരത്തിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിപ്പോൾ ഒരു ഫോട്ടോ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഗാലറിയിൽ റീസൈക്കിൾ ബിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഗാലറിയുടെ ഏറ്റവും മുകളിൽ അത്തരത്തിൽ റീസൈക്കിൾ ബിൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. റീസൈക്കിൾ ബിൻ എന്ന് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കും റീസൈക്കിൾ ബിൻ എന്നുള്ള ഓപ്ഷൻ. ഞാൻ നേരത്തെ ഡിലീറ്റ് ചെയ്ത ആ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോ, വീഡിയോ ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും ഈ റീസൈക്കിൾ ബിൻ എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ചില മൊബൈൽ ഫോണിൽ ട്രാഷ് ബിൻ എന്നായിരിക്കും കാണാൻ സാധിക്കുക, ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോ എല്ലാം കാണാൻ സാധിക്കും, വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടില്ല, നമ്മുടെ ഗാലറിയിൽ തന്നെ ഹൈഡായി കിടക്കുന്നുണ്ട്. ചില മൊബൈൽ ഫോണിൽ ഇത് കാണാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ തന്നെ സെറ്റിംഗ്സ് ഭാഗം ഉണ്ടാവും. ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് ഭാഗമുണ്ട്. ഈ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷോ ഹിഡൻ ഐറ്റംസ് എന്നുള്ള ഓപ്ഷൻ ഓഫ് ആയിരിക്കും, ഒന്ന് ഓൺ ആയി കൊടുക്കുക. ചില മൊബൈൽ ഫോണിൽ വ്യത്യസ്തമായിരിക്കും, നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാലറി വ്യത്യസ്തമായിരിക്കും. ഇനി ഇതില്ലാത്ത ആളുകൾ വിഷമിക്കേണ്ട, നമ്മൾ തുടർന്നുള്ള ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഇതുപോലെ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ഈ റീസൈക്കിൾ ബിന്നിൽ നിന്നും, അതായത് ഈ ട്രാഷ് ബിൻ, ചില മൊബൈൽ ഫോണിൽ ട്രാഷ് ബിൻ എന്നായിരിക്കും, അതിൽ നിന്ന് നമ്മൾ ഇത്തരത്തിൽ സെലക്ട് ചെയ്ത ശേഷം ഇത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ പൂർണ്ണമായിട്ട് ഇതങ്ങ് ഡിലീറ്റ് ആയി പോവുകയുള്ളൂ. നമ്മുടെ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും ഇതിനകത്ത് നമുക്ക് ഡിലീറ്റ് ആയി പോവുകയുള്ളൂ. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യാനുള്ളത്. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ആവശ്യമില്ലാത്ത ഫോട്ടോ, വീഡിയോ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുന്നതോട് കൂടി റീസൈക്കിൾ ബിന്നിൽ നിന്നും കൂടെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ ടിപ്സ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ പല ആളുകളും ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളാണ്. കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യും. പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടായില്ല. 2 മാസം 3 മാസമൊക്കെ മുമ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് ആയിരിക്കും നമ്മൾ ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടായില്ല. അത്ര ആപ്ലിക്കേഷൻ, നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് വെറുതെ നമ്മുടെ മൊബൈൽ ഫോണിൽ കിടന്ന് നമ്മുടെ സ്റ്റോറേജ് നഷ്ടപ്പെടുത്തും. അപ്പം അത്ര ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത്, അത്ര ആപ്ലിക്കേഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് ഒരുപാട് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിലൊക്കെ ഒരുപാട് ആവശ്യമില്ലാത്തതും നമ്മൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഗെയിം ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കളയാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ആപ്ലിക്കേഷൻ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ഇത് നമുക്ക് ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത്തരത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക. അപ്പോൾ ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള ഈ ഐ ബട്ടൺ അല്ലെങ്കിൽ ആപ്പ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ചില മൊബൈൽ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ആപ്ലിക്കേഷൻ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ ക്ലിയർ സ്റ്റോറേജ് എന്നുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ഭാഗത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് തന്നെ നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്തരത്തിൽ നമ്മുടെ ഡാറ്റകൾ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാകും, അതുകൂടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന് ഒരുപാട് പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടാകും. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മുടെ ഗാലറി എടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ
കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് എടുക്കാനൊക്കെയുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കും. അപ്പോൾ അതെല്ലാം അതോടുകൂടെ അങ്ങ് ക്ലിയർ ആയി പോകും. അപ്പോൾ അതാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഗുണം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞാൻ വാട്സപ്പ് ഒരുപാട് സമയം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് വാട്സപ്പ്. ഈ വാട്സപ്പ് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആപ്പ് ഇൻഫോയിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജറിലോ ഇൻസ്റ്റാൾഡ് ആപ്സിലോ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സിൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്തായിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 3 ഡോട്ട്സ് ആയിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുക പ്രധാനമായിട്ടും, ക്ലിയർ സ്റ്റോറേജ് എന്നുള്ളതും ക്ലിയർ ക്യാഷ് എന്നുള്ള ഓപ്ഷനും. ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ ക്ലിയർ സ്റ്റോറേജ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകൾ പൂർണ്ണമായി ഡിലീറ്റ് ആകും. അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാട്സപ്പാണ്. വാട്സപ്പിലെ ചാറ്റുകൾ, മെസ്സേജുകൾ എല്ലാം ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ ഒരിക്കലും ക്ലിയർ സ്റ്റോറേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ക്ലിയർ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് ഫയലുകൾ ആ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകും. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓർക്കുക, നിങ്ങൾ ഒരിക്കലും ക്ലിയർ ഡാറ്റ കൊടുക്കരുത്. ക്ലിയർ ഡാറ്റ അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് പൂർണ്ണമായിട്ടും ഡാറ്റ നഷ്ടപ്പെടും, നിങ്ങൾ ചാറ്റ് മെസ്സേജുകളൊക്കെ നഷ്ടപ്പെടും. ക്ലിയർ ക്യാഷും ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്തിടെ നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ എംപ്റ്റി ഫോൾഡറുകൾ ഉണ്ടാകും നമ്മുടെ മൊബൈൽ ഫോണിൽ. നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് എംപ്റ്റി ഫോൾഡറുകൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടാകും. നമുക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുകയുമില്ല. അപ്പോൾ അത്തരം ആപ്ലിക്കേഷൻ നമുക്ക് ക്ലിയർ ചെയ്ത് കളയണം. അത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഫയൽ മാനേജറിൽ പോയി തപ്പിത്തിരഞ്ഞുകൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ സ്കാൻ എംപ്റ്റി ഫോൾഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമതായിട്ട് ഡിലീറ്റ് എംപ്റ്റി ഫോൾഡേഴ്സ് ഉണ്ട്. മൂന്നാമതായിട്ട് ഡിലീറ്റ് എംപ്റ്റി ഫോൾഡേഴ്സ് SD കാർഡ് എന്ന ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഇന്റേണൽ സ്റ്റോറേജിൽ നിന്നും SD കാർഡിൽ നിന്നും നമ്മുടെ ഡിവൈസിൽ നിന്നും നമുക്ക് ആവശ്യമില്ലാത്ത എംപ്റ്റി ഫോൾഡറുകൾ ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മധ്യഭാഗത്തുള്ള ഈ ഇന്റേണൽ സ്റ്റോറേജ്, നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സ്റ്റോറേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഡിലീറ്റ് എംപ്റ്റി ഫോൾഡേഴ്സ് ഇന്റേണൽ എന്നുള്ള രണ്ടാമത്തെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും സ്റ്റോറേജ് പെർമിഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. ഇവിടെ നമ്മളൊരു അലോ പെർമിഷൻ കൊടുക്കുക. ശേഷം നമ്മൾ ആ ഒരു നേരത്തെ ക്ലിക്ക് ചെയ്ത ഡിലീറ്റ് എംപ്റ്റി ഫോൾഡേഴ്സ് ഇന്റേണൽ എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അല്പം സമയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എംപ്റ്റി ഫോൾഡറുകളൊക്കെ സ്കാൻ ചെയ്തെടുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിൽ 73 എംപ്റ്റി ഫോൾഡേഴ്സുകൾ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് ഏതെല്ലാം ഫോൾഡറുകളാണ് കിടക്കുന്നത് എന്നുള്ളതും ഇവിടെ വിശദമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും നേരത്തെ ക്ലിക്ക് ചെയ്ത ഡിലീറ്റ് എംപ്റ്റി ഫോൾഡേഴ്സ് ഇന്റേണൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. കാണാൻ സാധിക്കും ഇതാ മൊത്തത്തിൽ അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഇവിടെ 0 എംപ്റ്റി ഫോൾഡേഴ്സ് ആണ്. അത് നേരത്തെ കണ്ട 73 ഫോൾഡേഴ്സുകളും ഇത് ക്ലിയർ ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇതിടയ്ക്ക് നിങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് കുറച്ചധികം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ജങ്ക് ഫയലുകൾ. ഈ എംപ്റ്റി ഫയലുകൾ പറയുന്ന പോലെ തന്നെ ജങ്ക് ഫയലുകൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്ത ഫയലുകളാണ്. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് അവർ അധികമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ജങ്ക് ഫയലുകൾ നമുക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരും ഉപയോഗിക്കുന്ന, അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഫയൽ മാനേജറാണ് ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഗൂഗിൾ ഫയൽസ് എന്നുള്ളത് ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് ക്ലീൻ, ബ്രൗസ്, ഷെയർ എന്നുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്ലീൻ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എത്രത്തോളം ഡാറ്റ ഉപയോഗിച്ചു എന്നുള്ള ഇതും കാണാൻ സാധിക്കും. ഇനി എത്ര ബാക്കിയുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ജങ്ക് ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലീൻ എന്ന് കാണുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും ഏകദേശം 4 GB ജങ്ക് ഫയലുകൾ എൻ്റെ മൊബൈൽ ഫോണിലുണ്ട്. കാരണം അത്രയും ആവശ്യമില്ലാത്ത, നിങ്ങൾ ഒരു പേടിയില്ലാതെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കളയാം. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യവുമില്ലാത്ത ഫയലുകളാണ് ജങ്ക് ഫയലുകൾ. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ക്ലീൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലീൻ ആക്കി തരും. കാണാൻ സാധിക്കും അത്രയും ഫയലുകൾ ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ
ഇനി നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ഡിലീറ്റ് ലാർജ് ഫയൽ എന്നുള്ള ഓപ്ഷൻ. നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വലിയ ഫയലുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഡിലീറ്റ് ലാർജ് ഫയൽ, അതുപോലെ ഡിലീറ്റ് വാട്സപ്പ് മീഡിയകൾ, അതുപോലെ തന്നെ വാട്സപ്പ് ബിസിനസ് മീഡിയ, നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൻ്റെയും അതുപോലെ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിൻ്റെയും പ്രത്യേകം ഫോൾഡറുകളാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ലാർജ് ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഫയലുകൾ, നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള വലിയ ഫയലുകളുള്ള വീഡിയോ ഫോട്ടോ കാണാൻ സാധിക്കും. ആവശ്യമില്ലാത്തതാണെങ്കിൽ അതെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് നിങ്ങൾക്ക് ഒരു പരിധി വരെ